ഹലോ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചിക്കനിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാനായിട്ട് ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റി ഒന്ന് എടുക്കാം. അപ്പോൾ അതങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അങ്ങനെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഗ്രേവി തയ്യാറാക്കാനായിട്ട് 4 സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഇനി അത് ചൂടായി വരണം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും സവാളയൊക്കെ ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കാം. സവാള ചേർത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തേക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് വഴറ്റി ഒന്ന് ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമ്മുടെ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, അതേപോലെ മല്ലിയില ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ടു. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.